ഇന്ന് നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പം തുടങ്ങിയ ബഹളമാണ്. കുട്ടികളെ സ്കൂളിൽ വിടണം, പിന്നെ പോകുന്നതിൻ്റെ മുന്നേ ഉള്ള പണികളൊക്കെ തീർത്ത് വെക്കണം. നമ്മൾ സ്ത്രീകൾക്ക് എവിടെയെങ്കിലും 2 ദിവസം മാറി നിൽക്കുമ്പോൾ കൂടുതലൊരു തിരക്കും ബഹളമൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. വിരിച്ചിട്ട തുണികളൊക്കെ എടുത്ത് മുകളിലെ അകത്ത് കൊണ്ട് അറിയിടണം. അതുപോലെ തന്നെ അലക്കാനുള്ളത് അലക്കണം, പാചകങ്ങൾ മൊത്തം ചെയ്യണം. 4 നേരത്തേക്കുള്ള പാചകമൊക്കെ സെറ്റാക്കി വെക്കണം. അതിന് ശേഷം വേണം ഇറങ്ങാൻ. ഉച്ചയ്ക്ക് ഹസ്ബൻഡ് ഊണ് കഴിക്കാൻ വരും. അതിനിടയ്ക്ക് പാചകം ചെയ്ത പാത്രങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിന്ന് കഴുകുക, ഉണക്കുക, എല്ലാ പരിപാടിയുണ്ട്. പാചകം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കറിക്കുള്ളതൊക്കെ സെറ്റാക്കി വയ്ക്കുകയാണ്. വൈകുന്നേരത്തേക്കുള്ള ചായക്കൂട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറിക്കുള്ള സെറ്റിങ്സാണ്. അതിനിടയ്ക്ക് അലക്കാൻ പോകുന്നുണ്ട്. അത്യാവശ്യം അലക്കാൻ ബാലൻസുള്ള തുണികളൊക്കെ കൊണ്ട് അലക്കാൻ ഓടുകയാണ്. എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തകൃതിയായിട്ടുള്ള തിരക്കായിട്ടുള്ള പണി തന്നെയാണ്. അപ്പം ബാക്കിയുള്ളതൊക്കെ അവിടെ ബാലൻസ് വെച്ചിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പം കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ കൂടെ ഒന്ന് അലക്കിയിട്ടിട്ട് അപ്പോഴേക്കും ഊണ് കഴിക്കാൻ സമയമാവും. ഊണ് കഴിച്ചിട്ട് വേഗം ഇറങ്ങണം. ഒരു ഉച്ചയധികം വൈകുന്നതിന് മുന്നേ തന്നെ ഇറങ്ങണം. അത്യാവശ്യമായിട്ട് വേണ്ട യൂണിഫോമൊക്കെയാണ് കഴുകിയിടുന്നത്. ബാക്കിയൊക്കെ പിന്നെ തിരിച്ച് വന്നിട്ട്, അധിക ദിവസം എല്ലാവരും 2 ദിവസം നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ തിരിച്ച് വന്നിട്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് അലക്കി ആറിയിടൽ നടക്കുന്നുണ്ട്, പാത്രം കഴുകൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നായ്ക്കുട്ടിക്കുള്ള ഭക്ഷണം കൊടുക്കണം പോകുന്നതിന് മുന്നേ. എല്ലാം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലുമാണ് ഉച്ചയ്ക്ക്. ഹസ്ബൻഡ് ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സീറ്റിക്കുട്ടിക്കുള്ള ഭക്ഷണം കൊടുക്കണം. സീറ്റിക്കുട്ടിക്കുള്ള ഭക്ഷണം കൊടുക്കണം. അപ്പോൾ സീറ്റിക്കുട്ടിക്ക് എവിടെയോ പോകാനുണ്ട് എന്നുള്ളൊരു തോന്നൽ കിട്ടിയിട്ടുണ്ട്, ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഊണ് കഴിക്കാൻ ചെറിയൊരു മടിയുണ്ട്. ഇനി ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം, ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം. മുകളിലേക്കും താഴേക്കായിട്ട് ഓട്ടം തന്നെയാണ്. അവസാനം ഒരുവിധം പുറത്തിറങ്ങിയിട്ടുണ്ട്, പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വാതിലൊക്കെ പൂട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കണം, ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ ഒന്നുകൂടെ ഓർത്ത് നോക്കിയിട്ട് ലാസ്റ്റ് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ അക്ഷയപാത്രം മറന്ന് വെച്ചിട്ടുണ്ട് മതിലിന് മുകളിൽ. അത് ശരിക്കും ഉണങ്ങാനായിട്ട് അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് എടുത്തൊന്ന് കമിഴ്ത്തി വയ്ക്കുകയാണ്. അപ്പം മക്കളോ ഹസ്ബൻഡോ തിരിച്ച് വന്നിട്ട് അത് എടുത്തകത്തേക്ക് വെച്ചോളൂ. ഇനിയും റൂം അടച്ച് തുറന്ന് പിന്നെയും പൂട്ടി കുറേ സമയം പിന്നെയും വേസ്റ്റ് ആവും. അതുകൊണ്ട് വേഗം പുറത്തിറങ്ങി. ഇനി കുറേ നടക്കണം. ഇനി നമ്മുടെ നാട്ടിലെ വഴികളിലൂടെയുള്ള നടത്താണ്. നല്ലൊരു ലോങ് മാർച്ചാണേ. റോഡിനടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പം നല്ല ഉച്ച സമയം, പൊരിഞ്ഞ വെയിലാണ്. തലയിൽ സൂര്യൻ കത്തി നിൽക്കുകയാണ്. റോഡിലെത്തിയപ്പോൾ ഒറ്റ ഓട്ടോ പോലുമില്ല, ഒറ്റ വണ്ടിയും കാണാനില്ല. ഓട്ടോ വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സർക്കാർ വക വണ്ടിയായിരുന്നു. പക്ഷേ അയാൾക്കെന്തോ അയാളുടെ വലിയ മനസ്സുകൊണ്ട് അതിൽ കയറ്റിയിട്ടുണ്ട്. BSNLൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോകുന്ന വണ്ടിയാണ്. അപ്പം ഫ്രീ ആയിട്ട് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ട് ബസ് സ്റ്റോപ്പ് വരെ ഒരു യാത്ര തരപ്പെട്ടു. ഇതിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ വണ്ടിയിൽ സൗജന്യ യാത്ര നടത്തുന്നത്. അപ്പം വളരെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നു. അതുകൊണ്ട് തന്നെ ഉച്ചവിലത്തെ രക്ഷയായി. പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിൽ എത്താറായി. അപ്പം ബസ് കാത്ത് നിന്നിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി. ബസ്സൊന്നും വരുന്നത് കാണാനില്ല, നല്ല കത്തുന്ന വെയിലാണ്. കത്തുന്ന വെയിലത്ത് ഒരു ബസ് വരുന്നത് കാണുന്നുണ്ട്. ഓക്കെ, അതിൽ കയറിയിട്ടുണ്ട്. ഇനി 2 ബസ് കൂടെ കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലെത്താൻ. അപ്പോൾ രണ്ടാമതൊരു ബസ്സിലൂടെ കയറാനുള്ള യാത്രയാണ്. പെട്ടെന്ന് തന്നെ അവിടെ എത്തി, സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡിൽ ബസ്സുകൾ വരിക്ക് ഉണ്ടാവും. പ്രൈവറ്റ് ബസ്സുകൾ ധാരാളം ഉണ്ടാവും. കുറച്ച് KSRTC കാത്തുന്നു, ഒരു 5 മിനിറ്റ് കാത്തുന്നു. അപ്പോൾ KSRTC രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ തന്നെ കയറാൻ തീരുമാനിച്ചു. പ്രൈവറ്റ് ബസ് കയറി കോഴിക്കോട് എത്താനാണ് തീരുമാനം. KSRTCൻ്റെ ബസ് സമയമൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ KSRTC അധികം കാത്തുനിൽക്കുന്നതിൽ കാര്യമില്ല. ബസ് കയറിയിട്ടുണ്ട്, പ്രൈവറ്റ് ബസ് കയറിയിട്ടുണ്ട്. ബസ് പ്രകാരം ഏറ്റവും ചൂടുള്ള സമയം 2 to 3 ആണല്ലോ. അപ്പോൾ ആ സമയത്താണ് യാത്ര. KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഒരു അവിൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിൽ മിൽക്ക് വാങ്ങിച്ചു. ഒരു അവിൽ മിൽക്ക് കുടിച്ചൊന്ന് ഫ്രഷായി. കുറേ പേരുണ്ട് അവിടെ, ഫ്രഷ് ആവാനിരിക്കുന്നുണ്ട്, ബസ് കാത്തിരിക്കുന്നുണ്ട്. കുറേ പേര് ചായ കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു അവിൽ മിൽക്കാണ് വാങ്ങിയത്. അപ്പോൾ അതൊരു സ്പെഷ്യൽ റീലിന് കൂടെ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത്. അപ്പം നല്ലൊരു KSRTC കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഗുരുവായൂർ KSRTC കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറുകയാണ്. അതിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ലാസ്റ്റ് സ്റ്റോപ്പായ രാമനാട്ടുകരയിലാണ് ഇപ്പോൾ എത്തുന്നത്. അപ്പോൾ ഈ രാമനാട്ടുകര കഴിഞ്ഞ് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലേക്ക് ലാൻഡ് ചെയ്തു. ഇപ്പോൾ എൻ്റെ നാട്ടിലെത്തി. അപ്പോൾ എൻ്റെ നാട്ടിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ബസ്. നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് കാണാൻ. അപ്പോൾ സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അത് ഓട്ടോ വിളിച്ചിട്ട് ചിക്കൻ വാങ്ങാനായിട്ട് പോവുകയാണ്. നാളെ ദേശീയ പണിമുടക്ക് ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറക്കാത്തതുകൊണ്ട് ഒരു ചിക്കൻ സ്റ്റാളിൽ പോയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള സമയമാണല്ലോ, എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചിക്കൻ സ്റ്റാളിലേക്ക് പോയി അവിടുന്ന് കുറച്ച് ചിക്കൻ വാങ്ങി പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. സമയം വല്ലാതെ വൈകിയിട്ടുണ്ട്, സന്ധ്യയായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ചിക്കൻ സ്റ്റാളിൽ നല്ല ചിക്കൻ വാങ്ങി ഉടനെ തന്നെ തിരിച്ചിറങ്ങി. അങ്ങനെ വീണ്ടും വീട്ടിലോട്ടുള്ള വണ്ടി കയറി തിരിച്ചു പോവുകയാണ്. വീട്ടിലോട്ട് തിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ലൈറ്റ് കത്തി തുടങ്ങിയിട്ടുണ്ട്. ക്വാർട്ടേഴ്സിലും വഴിയോരങ്ങളിലൊക്കെ ലൈറ്റ് കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കുളത്തിനടുത്ത് ദൈവം കുളം ആകെ ഇരുട്ട് പിടിച്ച് കിടക്കുകയാണ്, ഒന്നും കാണുന്നില്ല, ഒരു കാഴ്ചയില്ല. അപ്പോൾ ഒരു വയലിൻ്റെ ഒത്ത നടുക്കാണ് വീട്. അപ്പം ചുറ്റും ഇരുൾ മൂടി കിടക്കുകയാണ്.
വീട്ടിൽ മാത്രം ലൈറ്റ് കാണാനുണ്ട്. അപ്പോൾ അതാ ഒരു സുന്ദരി കുട്ടിയുണ്ട് ഉമ്മറത്ത് തന്നെ ഇരിക്കും. നമ്മുടെ സുന്ദരി പെണ്ണ് ഉമ്മറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അമ്മയും അനിയത്തിയും ഹോം മെയ്ഡ് മക്രോണിയുടെ പരിപാടിയിലാണ്. കുറച്ച് നല്ല നാടൻ ഫ്രൂട്ട്സ് നിരത്തിയിട്ടുണ്ട്. ബാൽക്കണിയുടെ മുകളിൽ കയറി വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിൽ വിശേഷമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ എത്തിയ വിവരമൊക്കെ പറഞ്ഞു, മക്കളുടെ വിശേഷമൊക്കെ അറിഞ്ഞു, മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവിടെ കുറച്ച് പണികളൊക്കെ ബാലൻസ് വെച്ചിട്ട് പോന്നിട്ടുണ്ട്, അതെല്ലാം ആറിയിട്ടിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. ഇനി അടുത്തതായി അനിയത്തിയുടെ മോൾക്ക് വേണ്ടി ഒരു റീൽസ് ഷൂട്ടാണ്. അപ്പോൾ അവൾക്കൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. അപ്പോൾ അതിലിടാൻ വേണ്ടി കുറച്ച് റീൽസ് ഒന്ന് ഷൂട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ പരിപാടി, ഡാൻസിൻ്റെ അഭിനയത്തിൻ്റെ എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ ഈ റീൽസിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ അവളുടെ റീൽസിൻ്റെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞു തുടങ്ങി. രാവിലെ എണീറ്റ് ഫ്രഷായിട്ട് നമ്മൾ ബാക്കി റീൽസിൻ്റെ പരിപാടി തുടങ്ങി. അച്ഛൻ്റെ പച്ചക്കറി കൃഷി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചീരപ്പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പച്ചയും ചുവപ്പും ഇടകലർന്ന നല്ല കളർഫുൾ കൃഷിയാണേ. പച്ച ചീരയും ചുവന്ന ചീരയൊക്കെ ഉണ്ട്, നല്ല ഫ്രഷ് ചീരയാണ്. അപ്പോൾ നാളെ പോകുമ്പോൾ അത് കുറച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോകും വേണം. ഒരാളിവിടെ നല്ല റെസ്റ്റിലാണ്. അച്ഛൻ പാടത്ത് നല്ല ഫ്രഷ് ഉപ്പേരി പയർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് കഴുകി അരിഞ്ഞ് ഉപ്പേരി വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും റീൽസിൻ്റെ പരിപാടിയാണ്. നല്ല കണ്ണിമാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ മുന്നേ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു റീൽസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടുവേദനക്കാർക്കൊരു ബാക്ക് സ്ട്രോക്ക് റീൽസ് ഷൂട്ട് ഇടാറുണ്ട്. അങ്ങനെ കുളത്തിലെടുത്ത് എത്തിയപ്പോൾ ഫുൾ അഴുക്കാണ് കുളത്തിൽ, ഒഴുക്കൊക്കെ നിന്നിട്ടുണ്ട്, ഫുള്ള് ചണ്ടിയും ചപ്പൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ പേടിയുള്ളത് കൊണ്ട് തന്നെ ഒരു ബാക്ക് സ്ട്രോക്കും ഇപ്പം നടക്കില്ല. അടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇനി അടുത്ത വെക്കേഷൻ വരവിന് ബാക്ക് സ്ട്രോക്ക് അടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു റീൽസ് ഇടാമെന്ന് കരുതുന്നുണ്ട്. നേരെ ഫംഗ്ഷനുള്ള സ്ഥലത്തേക്ക് പോകും. അപ്പം വഴിയിൽ കുറച്ച് നായ്ക്കളെ കണ്ടപ്പോൾ അനിയത്തിയുടെ മോൾ അവയെ ഓടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കിടഞ്ഞ പരിശ്രമമാണ്, അവയെ പേടിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. കുറേ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്, എന്താ ഒന്ന് കാണാം. നായ്ക്കളൊക്കെ ഓടിയിട്ടുണ്ട്, വഴി കണ്ടപ്പോഴേ നായ്ക്കളൊക്കെ ഓടിയിട്ടുണ്ട്, ഉപദ്രവകാരികളല്ല. അപ്പം വഴി നീളെ തുമ്പ പൂത്ത് നിൽക്കുകയാണ്. എത്രയോ കാലത്തിന് ശേഷമാണ് തുമ്പ അങ്ങനെ നിറഞ്ഞു കാണുന്നത്. അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് ക്യാമറയിലൊന്ന് പകർത്തി. അങ്ങനെ നമ്മുടെ നാട്ടുവഴികളിലൂടെ നീണ്ടൊരു നടത്തം തന്നെയാണ്, നീളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വർഷത്തിൽ വല്ലപ്പോഴും ഇങ്ങനെ നടക്കാനാവും. അപ്പം ഇങ്ങനെ നടന്ന് നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ഓരോ സ്ഥലത്ത് എത്താനായില്ല. വഴിയിൽ കുറേ പരിചയക്കാരൊക്കെ ഉണ്ട്, അവരുമായിട്ട് സംസാരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അതിനിടയിൽ ഞങ്ങൾക്കൊരു ശംഖുപുഷ്പത്തിൻ്റെ വിത്തൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ വഴി നീളങ്ങനെ നടന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം സന്ധ്യ ആവാറായിട്ടുണ്ട്. അപ്പോൾ അമ്മായിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്കാണ് ഇപ്പം പോകുന്നത്. നാളെ രാവിലെ തിരിച്ച് നാട്ടിലോട്ട് പോകണം. അനിയത്തിയുടെ മോള് ശംഖുപുഷ്പത്തിൻ്റെ വിത്തെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് അവളുടെ കയ്യിൽ ഏറെ നേരം പിടിച്ചാൽ വിത്തൊക്കെ നിലത്ത് വീഴും. അതുകൊണ്ട് തന്നെ അത് വാങ്ങി സേഫായിട്ട് വെക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് കവറിലിടണം. അമ്മയുടെ വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വഴി നീളെ മനോഹരങ്ങളായ പൂച്ചെടികളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബോഗൺവില്ല കാണും. നല്ല മനോഹരമായിട്ട് കട്ടിയായിട്ടുണ്ട്, നല്ല കട്ടിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. അമ്മായിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അനിയത്തിക്ക് വീട് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഇങ്ങനെയുള്ള വരവിനെ അതൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അവളുടെ വീട് പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് തന്നെ വീട് താമസം ഉണ്ടായിരിക്കും. പക്ഷേ സമയം ഒരു ഏപ്രിലായിരിക്കും അധികം വീട് താമസം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് അതിലൂടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി. ഇനി അടുത്തത് അമ്മായിയുടെ വീട്ടിലേക്കാണ്. അമ്മായിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ കുറേ ചെടികളൊക്കെ കാണാം. അമ്മായിക്ക് മക്കളൊന്നുമില്ല. അപ്പോൾ ഈ ചെടികളൊക്കെ അമ്മായി മക്കളെ പോലെ പോറ്റി വളർത്തുന്ന ചെടികൾ, ധാരാളം ചെടികളുണ്ട്, വളരെ ഭംഗിയുണ്ട് കാണാൻ. എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്, നല്ല സ്റ്റൈലായിട്ട് പല പല കളറിൽ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. അമ്മായിക്ക് സ്വന്തം മക്കളെ പോലെയാണ് ഈ ചെടികൾ. അതുകൊണ്ട് ആരും ഒരു ചെടി പോലും ചോദിച്ചു പോകരുതേ. വേനൽക്കാലത്ത് ഇവിടെ ജലക്ഷാമൊക്കെ ഉണ്ടെങ്കിൽ അമ്മായി കിട്ടുന്ന വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല പച്ചപ്പ് നിലനിർത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ഭംഗി നമുക്ക് ആസ്വദിക്കാനാവില്ല. നല്ല സ്റ്റൈലിഷാണ്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു ഗാർഡനിലെത്തിയ പ്രതീതിയാണ് ഉണ്ടാവുക. ഭാഗത്ത് താമരയും നട്ടിട്ടുണ്ട്, ഒരു വട്ടപാത്രത്തിൽ താമരയും നട്ടിട്ടുണ്ട്. അത് വിരിയാറായിട്ടില്ല, നട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അമ്മായിയുടെ മക്കളുടെ വീഡിയോ ഒക്കെ ഒന്ന് പകർത്തി, ഫുള്ളൊന്ന് പകർത്തി. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം വേഗം ഇവിടുന്ന് തിരിച്ചിറങ്ങണം. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ചാണ് നടന്നാൽ എത്തുന്ന ദൂരമേ ഉള്ളൂ ഹാളിലേക്ക്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പം പണ്ടൊരു 7ാം ക്ലാസ് വരെ ഞങ്ങളുടെ ബാല്യകാലം നടന്നു തീർത്ത വഴികളാണ്. പരിചയമുള്ള പല മുഖങ്ങളും ഇപ്പോൾ ഇല്ല, പുതിയ പരിചയമില്ലാത്ത മുഖങ്ങൾ ധാരാളം വരികയും ചെയ്തിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നടന്ന വഴിയിലൂടെ ഒന്നുകൂടെ ഓർമ്മ പുതുക്കലും കൂടിയാണ് ഈ യാത്ര. സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹാളിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം കൂടെയുള്ളവർ എത്താൻ വേണ്ടി ഒന്ന് വെയിറ്റിങ്ങിലാണ്. ഈ ഹാളിന് തൊട്ട് മുന്നിലായി നീണ്ടു പരന്ന് കിടക്കുന്ന വയലാണ്. അതിൻ്റെ ഒത്ത നടുക്കൊരു ശിവക്ഷേത്രമുണ്ട്. ഈ രാത്രി ആയതുകൊണ്ടൊന്നും പകർത്താൻ ഒരു രക്ഷയുമില്ല. അപ്പോൾ ഹാളിനകത്ത് കയറി വരനെയും വധുവിനെയും ഒക്കെ കണ്ട് വീഡിയോ ഒക്കെ പകർത്തി
സന്തോഷമായിട്ട് തിരിച്ചിറങ്ങി ബാൽക്കണിയിലൊക്കെ പോയി നിന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. ദൂരെ ടൗണിലുള്ള ലൈറ്റൊക്കെ കാണുന്നുണ്ട് ബാൽക്കണിയിൽ നിന്ന്. നല്ല ദൃശ്യമനോഹരമായിട്ടുള്ളത്, നല്ല സ്റ്റൈലൻ കാഴ്ചയായിട്ട് ബാൽക്കണിയിൽ നിന്ന് ദൂരെയുള്ള ലൈറ്റൊക്കെ കാണാം. അപ്പോൾ അനിയത്തിയുടെ മോളുടെ ആവശ്യപ്രകാരം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കൊടുത്തു ബാൽക്കണിയിൽ നിന്ന്. ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് അമ്മായിയുടെ അടുത്ത് ഒന്നുകൂടെ കയറണം, യാത്ര പറയണം. ഇനി മാർച്ചിലെ വെക്കേഷനെ ഇങ്ങോട്ടുള്ളൂ. അപ്പോൾ യാത്ര പറഞ്ഞ് നേരത്തെ ഇറങ്ങി രാത്രിയായിട്ടുണ്ട് സമയം.